എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾക്ക് ഒരു കല്യാണം നടത്തി കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ കാരണം ആ കല്യാണം, ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അവർ ഡിവോഴ്സായി. ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് മധ്യസ്ഥ സംസാരത്തിന് വേണ്ടി എൻ്റെ ഭർത്താവും മറ്റുള്ളവർ ശ്രമിച്ചിരുന്നു. എന്നാൽ സംസാരത്തിൽ നിന്നും പെങ്ങളുടെ മകളുടെ അടുത്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. എൻ്റെ ഭർത്താവ് തങ്ങളുടെ കൂടെ നിന്നില്ല. അവരുടെ ആരോപണങ്ങൾക്കെതിരെ സംസാരിച്ചു. ആ കാരണം കൊണ്ട് സ്വന്തം പെങ്ങള് ഭർത്താവിനോടും കുട്ടികളോടും എന്നോട് ഇപ്പോൾ സംസാരിക്കുകയോ ബന്ധം പുലർത്തുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും എൻ്റെ ഭർത്താവ് ഞാനും അടക്കം അവരെ പല നിലക്കും അങ്ങോട്ട് സന്ദർശിച്ചു. എന്നാൽ അവർ കർശന രൂപത്തിൽ നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളോട് സംസാരിക്കുന്നില്ല. എല്ലാവരോടും ഞങ്ങളെ കുറിച്ചുള്ള കുറ്റങ്ങളും പരാതികളും പറയുകയാണ്. വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഭർത്താവിന് നല്ല പേടിയുണ്ട്. കുടുംബ ബന്ധമാണല്ലോ നഷ്ടപ്പെടുന്നത്. പക്ഷെ അവർ ഒരിക്കലും അടുക്കുന്നില്ല. എന്താണ് ഒരു പരിഹാരമായി നിർദ്ദേശിക്കാൻ? ഇങ്ങനെ കുടുംബ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വിവാഹമോചനത്തിന്റെ സന്ദർഭം പറയുമ്പോൾ രണ്ട് കക്ഷികളായി വേർതിരിക്കും. അപ്പൊ ആ കക്ഷികളിൽ എന്താണ്, പുറത്തുള്ള ഒരു കക്ഷിക്ക് വീട്ടിലുള്ള ഒരു പിന്തുണ കൊടുക്കുമ്പോൾ ഇവർ പൂർണ്ണമായും എന്ത് ചെയ്യും, കുറ്റക്കാരാവുമല്ലോ. കാരണം നിങ്ങളുടെ ആങ്ങളെ പോലും അവരുടെ അമ്മാവൻ പോലും നിനക്കെതിരല്ലേ പറഞ്ഞത് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ന്യായവും നീതിയും ഒരു പക്ഷേ പറയുന്നതിലായിരിക്കും. എങ്കിൽ പോലും എന്ത് ചെയ്യണം, പറയുന്ന സന്ദർഭവും പറയുന്ന വ്യക്തികളും പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണവും എന്ത് ചെയ്യണം, ആലോചിക്കണം. ഏതായാലും പിരിഞ്ഞു പോവുകയാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളിതൊരു പാഠമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം അത് അവരെ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഈഗോപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കും. അതിന്റെ ഒരു പ്രതികാരമാണ് അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം. പിന്നെ ഏതായാലും അന്ന് സംഭവിച്ചു പോയല്ലോ. അപ്പൊ സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അങ്ങോട്ടേക്കുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോവുക. അവരിനി ബന്ധം വിച്ഛേദിക്കുക എന്തോ ചെയ്തോട്ടെ, അത് അവരുമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, വിളിക്കുക. എൻ്റെ ഒരാൾ മരിച്ചിട്ട് തരാൻ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കല്യാണം സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഉംറക്ക് പോകണമെന്ന് വിളിക്കുക. നമ്മളെപ്പോഴും എല്ലാവരും വിളിക്കണ പോലെ അവരെ വിളിക്കുക. അവർ ഫോൺ എടുക്കട്ടെ, പറയുമെങ്കിൽ പറയട്ടെ, നന്നായി പ്രതികരിക്കട്ടെ. അങ്ങനത്തെ ഒരു ബന്ധം നമ്മുടെ ഭാഗത്തുനിന്ന് നിലനിർത്തി കൊണ്ടുപോവുക. അവരെന്തോ ആവട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല.